നോർമൽ ഡെലിവറിക്ക് എന്തിനാണ് സുഖപ്രസവം എന്ന് വിളിക്കുന്നത്? അതിലെന്ത് സുഖമാണുള്ളത്? പറയുന്നവർക്ക് സുഖമായിരിക്കും, പക്ഷെ ഇത് അനുഭവിച്ചവർക്ക് അത് അത്ര സുഖമല്ല കേട്ടാ. ഹായ്, അതെ, ഞാൻ എന്റെ സിസേറിയൻ ജേണി പറയും. എനിക്ക് 8 മാസം ഉള്ളപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. നേരത്തെ എന്താണ് അഡ്മിറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് വെയിറ്റ് കുറവായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നേരത്തെ പ്രസവിപ്പിക്കാം, അതുകൊണ്ടിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. കുഞ്ഞിനെ അടക്കം നോക്കാനും PV ചെയ്യാനുമായിട്ട് വിളിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി PV ചെയ്യുന്നതാണ്. എന്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 ഗേൾസിനെ ഡെലിവറിക്കായിട്ട് കൊണ്ടുപോയി. അതിലൊരാൾ എന്തോ നോർമൽ ഡെലിവറി ആയിരുന്നു, ബാക്കി 2 പേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇതെല്ലാം ഞാൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ ഡെലിവറി കഴിഞ്ഞു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടിട്ട് റൂം കിട്ടാൻ കുറച്ച് പണിയായിരുന്നു. ഡെലിവറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റൂം കിട്ടുള്ളൂ. അപ്പൊ അതുവരെ വാർഡിലേക്ക് കിടക്കണം, അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. എനിക്ക് അറിയില്ല, എന്റെ ഉമ്മീനോടും ഇക്കാകനോടാണ് പറഞ്ഞത് അവിടെ ഉള്ളവർ. ഞാനപ്പോ സാധാ വാർഡിലാണ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി കഴിഞ്ഞ് വരുന്ന പെൺപിള്ളേരെല്ലാം ഈ പറഞ്ഞ സാധാ വാർഡിലാണ് കിടക്കുന്നത്. അവിടെ പിന്നെ ആർക്ക് വേണമെങ്കിലും വരാം, കുഞ്ഞിനെ കാണാനും അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് കൊറോണയൊന്നും ഇല്ല, അതുകൊണ്ട് എല്ലാവർക്കും വരാം അവിടെ. പക്ഷെ ഇപ്പുറം സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്നവരുടെ വാർഡാണ്. അവിടെ ഇങ്ങനെ ഹൈജീനായിട്ട് നോക്കുന്നതുകൊണ്ടിട്ട് അവിടെ ആരെയും കയറ്റില്ല. പിന്നെ ഈ ഹസ്ബൻഡ് വൈഫും തമ്മിൽ സംസാരിക്കുന്നത് ഒരു ചില്ലിന്റെ അപ്പുറവും ഇപ്പുറമാണ്. ഒന്നും കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല. സിസേറിയന്റെ വാർഡിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ കണ്ടത് പെൺകുട്ടികൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാണ്ട് അവര് ഒരാളുടെ സഹായത്തോടെ പിടിച്ച് നടക്കുന്നു. അതുപോലെ അവർ കിടക്കുന്ന ബെഡിൽ പതുക്കെ പിടിച്ച് നിൽക്കുന്നു. ഇരിക്കാൻ കൂടി പറ്റുന്നില്ല. കുഞ്ഞിന് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോ എന്റെ കിളി പോയി. സിസേറിയൻ കഴിഞ്ഞവരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നോർമൽ ഡെലിവറി മതി, സിസേറിയൻ വേണ്ട. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എനിക്ക് നോർമൽ ഡെലിവറി മതി എന്നുള്ള ഒറ്റൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. എന്റെ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് ഇല്ലാത്തതിന്റെ പേരിലാണ് എന്നെ നേരത്തെ അഡ്മിറ്റ് ആക്കിയത്. എന്ന് വെച്ചാൽ നേരത്തെ പ്രസവിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. അപ്പൊ 8ാം മാസത്തിലാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്. 8.5 മാസത്തോളം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ദിവസം ഞാൻ നിന്നപ്പോ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പെയിൻ വരുമ്പോൾ എനിക്ക് വന്നാൽ മതിയല്ലോ എന്നപ്പോൾ ഡോക്ടർ സമ്മതിച്ചില്ല. അപ്പൊ ഡോക്ടർ പറയാണ്, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല, കുഞ്ഞിന്റെ കാര്യത്തിൽ തീരെ റിസ്ക് എടുക്കാൻ പറ്റൂല, അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പറയുന്ന പോലെ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പോ റിസ്ക് എടുക്കണ്ട. അപ്പൊ എന്റെ ഉമ്മയും പറഞ്ഞു റിസ്ക് എടുക്കണ്ട, എന്തായാലും ഇത്രത്തോളം ആയില്ലേ. കുഞ്ഞാണെങ്കിൽ തിരിഞ്ഞു വന്നിട്ടുമില്ല. അങ്ങനെ ഡോക്ടർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു PV ചെയ്യാനുണ്ട്, വരണമെന്ന് പറഞ്ഞു. PV ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇപ്പം ഒരു വേദന വരും, ഒന്ന് സഹിച്ചു നിൽക്കണം കേട്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എന്റെ ഷോള് അങ്ങനെ തന്നെ അതിന്റെ ഉള്ളിലോട്ട് തിരികെ വെച്ചിട്ട് കടിച്ചു പിടിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പെയിൻ വന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, പെയിൻ വരുമ്പോ ലേബർ റൂമിൽ അറിയിക്കണം, മിണ്ടാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നെ വിട്ടു. രാവിലെ 6 മണിക്ക് ചെയ്തതാണ് PV. ആ ചെയ്ത സമയത്ത് ഒരു ചെറിയ പെയിൻ ഉണ്ടായെങ്കിലും അതുവരെയും പെയിൻ ഉണ്ടായില്ല. ഒരു ഈവനിങ് 7 o'clock ആയപ്പോ പെയിൻ വരാൻ തുടങ്ങി. വന്നും പോയും നിന്നിരുന്നേച്ച്. അതിനെന്തോ ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻ അങ്ങനെ എന്തോ പറയും. നല്ല പെയിൻ വരുന്നുണ്ട്. ഞാൻ പിന്നെ പേടിച്ചിട്ട് ആരോട് പറഞ്ഞില്ല, ഉമ്മിനോടും പോലും പറഞ്ഞില്ല. ഉമ്മിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മി നേരെ ലേബർ റൂമിൽ പോയി അവരോട് പറയും. അപ്പൊ ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ നൈറ്റ് ഒരു 12-1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് വരാൻ തുടങ്ങി. ഉമ്മി ഇത് കണ്ട് പേടിച്ചിട്ട് എന്നോട് പറയാണ്, മോളെ നിനക്ക് പെയിൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു, ഉമ്മി ലേബർ റൂമിൽ പോയിട്ട് നഴ്സിനോട് പറയാമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിട്ടില്ല ഉമ്മിനെ. ഞാൻ ഉമ്മിനോട് പറഞ്ഞു, ഉമ്മി എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മിനെ സമാധാനിപ്പിച്ചു. പക്ഷെ എനിക്ക് ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, അത്രയ്ക്കും പെയിനായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നേരെ വിളിപ്പിച്ച്. അങ്ങനെ നഴ്സ് വന്നിട്ട് എന്നെ വിളിച്ചായിരുന്നു, കുഞ്ഞിന്റെ അനക്കം നോക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോ നഴ്സ് ജസ്റ്റ് വയറുമ്പോ തൊട്ടിട്ട് പറയാണ്, കോൺട്രാക്ഷൻ ഉണ്ടല്ലോ, പെയിൻ വരുന്നുണ്ടോ എനിക്ക് എന്നൊക്കെ ഞാൻ എന്നോട് ചോദിച്ചു. ബ്ലീഡിങ്ങും വരെയാണ്. അപ്പം കുഞ്ഞിനായിരിക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വിചാരിച്ച് ഞാനപ്പോൾ നഴ്സിനോട് പറഞ്ഞു എനിക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നഴ്സ് ഡോക്ടറിനെ വിളിച്ചു. അങ്ങനെ ഡോക്ടർ വന്നപ്പോൾ എനിക്കൊരു മെഡിസിൻ തന്ന ഒരു ചെറിയൊരു ഗുളിക, പിന്നെ ട്രിപ്പ് ഇട്ടു. ട്രിപ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്, പെയിൻ വരുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ലേബർ റൂമിന്റെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ എന്റെ എല്ലാ ഫാമിലീസും വന്നിട്ടുണ്ടായി, ഹസ്ബൻഡിന്റെ ഫാമിലി വന്നിട്ടുണ്ടായി. അപ്പൊ അവര് കുട്ടിക്കുള്ള ഡ്രസ്സ്, പിന്നെ എന്തോ കൊട്ട, ബെഡ് ഇതൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ ഞാനിതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല, ഞാൻ ആരെയും നോക്കാനും പോയുമില്ല. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും വയറ്റിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരണം, അത് എങ്ങനെയാണെങ്കിലും വേണ്ടില്ല. അത്രയ്ക്കും വേദനയായിരുന്നു മക്കളെ. എല്ലാവരും സപ്പോർട്ടായിരുന്നു. എന്താ വന്നവരൊക്കെ ഒന്നും ഉണ്ടാവൂല. പിന്നെ നമ്മുടെ ഉമ്മമാര് അറിയാലോ, നമ്മുടെ ഉമ്മമാരൊക്കെ കുറെ ദുവയൊക്കെ ചെയ്ത് നേർച്ചയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ. അങ്ങനെ എനിക്ക് പെയിൻ വന്നു എന്നുവെച്ചാൽ നടുവിന്റെ അവിടെ നിന്നൊരു പെയിൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ നേരെ ലേബർ റൂമിലോട്ട് പോയി. അപ്പൊ ഡോക്ടർ ഒന്നുകൂടെ PV ചെയ്തപ്പോ പറഞ്ഞു, കൊച്ചിന്റെ ഹെഡ് താഴെ ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ഡെലിവറി അവിടെ തന്നെ ഞാൻ എന്തായാലും പ്രസവിക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് മഷിയിട്ട്. അപ്പൊ അത് എമർജൻസി സിസേറിയൻ ആക്കിയാൽ മതി. എനിക്ക് സിസേറിയൻ വേണ്ടാന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടായിരുന്നു അവിടെ അഡ്മിറ്റ് ആയത്. അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അവിടെ എനിക്ക് കുഞ്ഞിന്റെ ജീവനാണ് വലുത്, വേറെ ഒന്നുമില്ല. അങ്ങനെ സിസേറിയൻ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തോ പേപ്പർ സൈൻ ചെയ്യണം, അങ്ങനെല്ലാം ഓക്കെ ആക്കി നേരെ
എന്നെ കൊണ്ടുപോകണാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അന്നത്തെ മാനസികാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരയണോ ചിരിക്കണോ അങ്ങനത്തെ ഒരു അവസ്ഥ. കളിച്ചും ചിരിച്ചൊക്കെ പോകും, പക്ഷെ ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ അത് ഞങ്ങൾക്ക് അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഞാൻ അത്യാവശ്യം നല്ല കൂളായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത്. നെഞ്ചിടിക്കുന്നുണ്ട് ആ സമയത്ത്, എന്നാലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കാണുകയാണല്ലോ. ഓ അനസ്തേഷ്യ തന്നു, അരക്ക് താഴത്തോട്ട് മരവിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബോധമുണ്ട്, ഇവര് ചെയ്യുന്നതെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തപ്പോൾ ആൾ കരയുന്നില്ല. അപ്പൊ അതുവരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ കുഞ്ഞ് കരയാണ്ട് വന്നപ്പോൾ എനിക്ക് ടെൻഷൻ കൂടി. ഡോക്ടർ കുലുക്കങ്ങാട് കുലുക്കിയപ്പോൾ ആള് കരഞ്ഞു. അപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. പിന്നെ ഞാനൊന്നും എന്താ പറയാ അറിഞ്ഞൊന്നുമില്ല, കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു സന്തോഷം. പിന്നെ എനിക്ക് എന്റെ ആ ഒരു ടെൻഷൻ എവിടെ പോയി, അത് ഏത് വഴിക്ക് പോയി എന്നൊന്നും അറിയില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ 2 പെയിൻ അനുഭവിച്ച ആളാണ്. നോർമൽ ഡെലിവറിയുടെ പെയിനും അനുഭവിച്ചു, സിസേറിയത്തിന്റെ പെയിനും അനുഭവിച്ചു. പിന്നെ ഈ നോർമൽ ഡെലിവറിക്ക് എന്തിനാണ് സുഖപ്രസവം എന്ന് വിളിക്കുന്നത്? അതിലെന്ത് സുഖമാണുള്ളത്? പറയുന്നവർക്ക് സുഖമായിരിക്കും, പക്ഷെ ഇത് അനുഭവിച്ചവർക്ക് അത് അത്ര സുഖമല്ല കേട്ടാ. സിസേറിയൻ ഇത്ര എളുപ്പമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കണേ? എനിക്ക് അറിഞ്ഞൂടാ ഇവരൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേന്ന്. സിസേറിയൻ ഭയങ്കര എളുപ്പമാണല്ലോ, വേദനയൊന്നും ഇല്ലാതെയാണല്ലോ പ്രസവിക്കുന്നത്. വേറെ എന്തോ ഉണ്ടല്ലോ, ഉമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സുഖപ്രസവം ആവണമെന്നല്ലേ? സിസേറിയൻ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഇനി പാല് കൊടുക്കാൻ പറ്റില്ല, നേരെ ചെറിയ നടക്കാൻ പറ്റില്ല, ഒന്നിരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. എന്തിനി നമ്മുടെ സ്വയം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം. ഒരു 6 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുത്ത്, എന്നാലും നമുക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ബോഡി ഒന്ന് പാകപ്പെട്ട് പഴയതുപോലെ വരണമെന്നുണ്ടെങ്കിൽ മിനിമം പറയുകയാണെങ്കിൽ ഒരു 2 months. നോർമൽ ഡെലിവറിയും സിസേറിയനും തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കരുത്. രണ്ടിനും 2 വേദനകളാണ് ഉള്ളത്. സിസേറിയൻ ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, അത് ഞങ്ങളുടെ ബോഡി നമുക്ക് നോർമൽ ഡെലിവറി ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കും ഡോക്ടേഴ്സ്. അങ്ങനെ നോക്കിയ ശേഷം അത് ഞങ്ങളുടെ ബോഡി, പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നം വരരുത്, വയറ്റിലുള്ള കുഞ്ഞിനും ഒരു പ്രശ്നം വരരുത്. ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇവര് മാക്സിമം നോക്കുള്ളൂ നോർമൽ ഡെലിവറിക്കായിട്ട്. അല്ല എന്നാണെങ്കിലാണ് ഇതുപോലുള്ള എമർജൻസി സിസേറിയൻ ആക്കുന്നത്. അതും കുഞ്ഞും അമ്മയും സേഫ് ആകാൻ വേണ്ടിയിട്ട്. ലോകത്ത് ഒരമ്മമാരും കുഞ്ഞിനെ വേദന ഇല്ലാതെ പ്രസവിക്കുന്നില്ല. സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള വേദനകളുണ്ട്. ആ ഒരു വേദനയിലാണ് നമ്മളൊരു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നത്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നൊരു സംസാരം ഞാൻ അങ്ങനെ പലയിടത്തുനിന്നായിട്ട് കേട്ടിട്ടുണ്ട്. സിസേറിയനോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അതൊരു പുച്ഛവും. ഇതുപോലെ അനുഭവം ഉള്ളവരുണ്ടാകും. ഇനി പ്രസവിക്കാൻ പോകുന്ന ഗേൾസിനോട് പറയാണ്, പേടിക്കേണ്ട, നല്ല കൂളായിട്ട് പോവുക. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പേടിത്തൊണ്ടി ആയ ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇത്രയും ധൈര്യത്തോടെ പോയി കൂളായിട്ട് തന്നെ വന്ന്, പിന്നെ വേദനകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ആ ഒരു വഴിക്ക് അങ്ങോട്ട് വിട്ടാൽ മതി. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.